സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തം തന്നെയാണ് സേതുവിനെയും പല്ലവിയും തേടി എത്തിയിരിക്കുന്നത്. ഇന്ദ്രൻ മനഃപൂർവ്വം അവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിൽ പോലും ഇന്ദ്രന്റെ ചതിയാണിത് എന്നൊന്നും സേതുവിന് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. പക്ഷെ പല്ലവി പറയുന്നത് ഞാൻ കുടുങ്ങും, ഞാൻ ഈ സത്യാവസ്ഥ പോലീസിനെ അറിയിക്കാം എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് പല്ലവി. പക്ഷേ ഇനി എന്ത് സംഭവിക്കും? ഇന്ദ്രന്റെ ചതിയാണിതെന്നും ഇന്ദ്രന് ഒരു ആപത്തും സംഭവിച്ചിട്ടില്ല, ഇന്ദ്രൻ ജീവനോടെ തന്നെ ഉണ്ട് എന്ന് ഇനി എങ്ങനെ പല്ലവിക്കും സേതുവിനും മനസ്സിലാകും? ഇനി ഈ ഒരു പ്രശ്നം കാരണം പല്ലവിയും സേതുവും എന്തൊക്കെ ദുരിതങ്ങളായിരിക്കും ഇനി അനുഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് സേതുവും പല്ലവിയും വന്ന് നിൽക്കുന്നത്. അവിടെ ആ ഒരു പോലീസ് ഇന്ദ്രൻ തന്നെ തൻ്റെ അമ്മയെ വിളിച്ചിട്ട് ഇന്ദ്രനെ ഒരു പെൺകുട്ടി പുഴയിലോട്ട് തള്ളിയിടുന്നത് ഞാൻ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മിയോട് വിളിച്ചു പറഞ്ഞു. ആദ്യം രാജലക്ഷ്മി അത് വിശ്വസിച്ചില്ല. എന്നാൽ ഞാനാണ് ദൃക്സാക്ഷി എന്ന് പറഞ്ഞപ്പോൾ രാജലക്ഷ്മി അത് വിശ്വസിച്ചു. പെട്ടെന്ന് തന്നെ ആ ഒരു കോള് കട്ടായതിനു ശേഷം രാജലക്ഷ്മി പെട്ടെന്ന് ബോധം കെട്ട് വീഴുവാണ്. ഇന്ദ്രൻ നേരെ തന്നെ കാർ എടുത്തുകൊണ്ട് നേരെ അങ്ങ് പോയി. പക്ഷെ രാജലക്ഷ്മി ആ ഒരു വാർത്ത കേട്ട് പെട്ടെന്ന് ഷോക്കായി തലകറങ്ങി വീണു. രാജലക്ഷ്മിയുടെ അമ്മായിയമ്മ വന്നിട്ട് വെള്ളമൊക്കെ എടുത്ത് തളിച്ച് എണീപ്പിക്കുമ്പോഴാണ് രാജലക്ഷ്മി പറയുന്നത് തന്റെ മകൻ പോയി, തന്റെ മകൻ ഇനി ഇല്ല, തന്റെ മകൻ മരിച്ചുപോയി, അവനെ ഏതൊരു പെൺകുട്ടി പുഴയിലോട്ട് തള്ളിയിടുന്നത് ഒരു ദൃക്സാക്ഷി കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു എന്ന് പറയുവാണ്. എന്നാൽ അത് ആരായിരിക്കും? അപ്പൊ തന്നെ രാജലക്ഷ്മി പറയുവാണ് അത് അവളായിരിക്കും. ഇന്ദ്രനോട് പകയുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, പല്ലവി. അവൾ തന്നെ ആയിരിക്കും ഇത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം കൊണ്ട് നേരെ രാജലക്ഷ്മി പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ പോയതിനു ശേഷം ഇങ്ങനെ ഒരു അനോണിമസ് കോൾ വന്ന കാര്യം അവരോട് പറഞ്ഞു. അപ്പോൾ പോലീസുകാരും പറയുവാണ് ഞങ്ങൾക്കും ഇങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളിത് കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് പോലീസുകാർ പറഞ്ഞു. എന്നാൽ പല്ലവിയാണ് ഇത് ചെയ്തത്, പല്ലവി മാത്രമേ ഇങ്ങനെ ചെയ്യത്തുള്ളൂ, അവൾക്ക് ഭയങ്കര പകയാണ് മനസ്സിലുള്ളത്, അതുകൊണ്ട് അവൾ ഇതിനപ്പുറം ചെയ്യും എന്നൊക്കെ പറയുമ്പോഴും പോലീസുകാർ പറഞ്ഞത് നിങ്ങളുടെ മോൻ അത്രത്തോളം നല്ലവനൊന്നുമല്ല, നിങ്ങളുടെ മോൻ അതിനപ്പുറം മോശക്കാരനാണ് എന്നൊക്കെ പോലീസും പറഞ്ഞു. അങ്ങനെ അവിടെ ചെറിയൊരു സംസാരം ഉണ്ടായി. എന്തായാലും എൻ്റെ മകനെ അന്വേഷിച്ച് കണ്ടെത്തിയാൽ മതിയാകൂ എന്നൊക്കെ പറയുമ്പോൾ ശരി നമുക്ക് നോക്കാം. അങ്ങനെ പോലീസും രാജലക്ഷ്മിയൊക്കെ കൂടി ആ ഒരു സംഭവ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാണ്. ഈ സമയത്താണ് പാറു വിളിക്കുന്നത്. പാറു വിളിച്ചതിന് ശേഷം വിഷയോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു അനോണിമസ് കോൾ വന്ന കാര്യവും പിന്നെ പോലീസുകാരോട് രാജലക്ഷ്മി വന്ന് പറഞ്ഞ കാര്യവും പല്ലവിയെ പ്രതി ചേർത്ത കാര്യമൊക്കെ വിശ്വ പാറുവിനോട് പറഞ്ഞു. എന്നാൽ ഒരിക്കലും ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല എന്ന് പാറുവും പറയുന്നുണ്ട്. വിശ്വയും പല്ലവി ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല, എന്നാൽ ഇന്ദ്രേട്ടന് ഒരു ആപത്തും സംഭവിക്കാതെ അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കുക എന്നാണ് വിശ്വ പറഞ്ഞ് കോൾ വെക്കുന്നത്. അവര് സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് സേതുവും പല്ലവിയും നേരെ ലൊക്കേഷൻ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ആ ഒരു സംവിധായകൻ പാക്കപ്പ് പറയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുവാണ്. ഇനിയിപ്പോൾ നായകനും നായികയും വരത്തില്ല, പിന്നെ എന്ത് ചെയ്യും, അതുകൊണ്ട് പാക്കപ്പ് പറയാം എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ ഒരു വലിയൊരു ടെൻഷൻ അടിച്ച് ഋതുവും ഇരിക്കുന്ന സമയത്ത് ഋതു പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസയൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് പൈസ വെച്ചിട്ടാണ് ഈ ഒരു ആഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് തന്നെ. അങ്ങനെയുള്ള സ്ഥിതിക്ക് നിങ്ങൾ പാക്കപ്പ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടമുണ്ടാകും എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും കേൾക്കാനായിട്ട് സംവിധായകൻ തയ്യാറായിരുന്നില്ല. പെട്ടെന്ന് സേതു വന്നു. സേതു സംവിധായകനോട് സംസാരിച്ചു. എന്നാൽ അയാൾ ആദ്യം കേൾക്കാനായിട്ട് തയ്യാറായില്ലെങ്കിൽ പോലും സേതു കുറച്ചൊന്ന് സോപ്പിട്ട് സംസാരിച്ചു. സാറിനെ പോലെ ഇത്രത്തോളം പ്രഗത്ഭരായ ഒരു സംവിധായകൻ വേറെ ഇല്ല, അതുകൊണ്ട് സാർ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ച് തരണം, ഞങ്ങളുടെ കയ്യിൽ അത്രയും പൈസയൊന്നുമില്ല, ഒരുപാട് നഷ്ടം വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ സേതുവിൻ്റെ ആ ഒരു അലിഞ്ഞ വാക്ക്, ആ ഒരു വാക്കുകളിൽ അയാൾ അലിഞ്ഞുപോയി. അയാൾ പറഞ്ഞത് പുതിയൊരു നായകനെയും നായികയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ആഡ് ഷൂട്ട് ചെയ്യാനായിട്ട് തയ്യാറാകാം. അങ്ങനെ സേതു നേരെ പല്ലവിയോട് ഈ കാര്യങ്ങൾ സംസാരിച്ചു. ആ സമയത്താണ് അച്ചു വരുന്നത്. അപ്പോൾ സേതു സംസാരിക്കുന്ന സമയത്ത് തന്നെ സേതുവിനൊരു സഹായം പല്ലവിയോട് ചോദിച്ചു, പല്ലവിക്ക് നായികയാകാമോ? പക്ഷെ പല്ലവി അത് സമ്മതിച്ചില്ല. തന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ തനിക്കത് പറ്റത്തില്ല എന്ന് പറയുമ്പോഴും പല്ലവി നീ ഒന്ന് എന്നെ സഹായിച്ചേ മതിയാകൂ, വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്, നീ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പോൾ അച്ചു വന്ന സമയത്ത് അച്ചുവിനോടും സേതു ഇതിനെ പറ്റി സംസാരിച്ചു. എന്നാൽ അച്ചുവും കൂടി പല്ലവിയോട് പോയി സംസാരിച്ചു. ഒപ്പം സേതു പറയുവാണ് ഞാൻ നിന്നോട് കൈകൂപ്പി യാചിക്കുവാണ്, നീ ഒന്ന് സമ്മതിക്കണം, അത്രത്തോളം നഷ്ടം എനിക്ക് വരും, ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ് വന്ന് പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ
എന്നെ വലിയൊരു ആപത്തിൽ നിന്നും ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് പോലും സേതുവേട്ടൻ കാരണമാണ്. അതുകൊണ്ട് സേതുവേട്ടൻ ഒന്നും വരാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ സമ്മതിക്കാം. പക്ഷേ ഈ ആഡ് ഷൂട്ടിൽ ഞാൻ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ അച്ചുവും എനിക്കൊപ്പം അഭിനയിക്കണം. അപ്പൊ അച്ചു എന്തായാലും പെട്ടിട്ടുണ്ട്. ശരി, അച്ചുവും സമ്മതിച്ചു. അങ്ങനെ അവര് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരുങ്ങുവാണ്. ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഋതു വന്നിട്ട് അച്ചുവിനോട് പറയുവാണ്, അച്ചുവാണ് കുറച്ചുകൂടി നായികയാകാൻ കുറച്ചുകൂടി മെച്ചപ്പെട്ടത്. ഇവർക്ക് ഈ നായിക എന്ന് പറയുമ്പോൾ അഭിനയിക്കാനും കുറച്ച് കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവിയെ കളിയാക്കുകയും, അച്ചു ആണെങ്കിൽ കലാതിലകമല്ലേ, ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ, പിന്നെ എന്താ അതുകൊണ്ട് അച്ചുവിന് നായിക ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കുവാണ്. എന്നാൽ സേതു പറയുന്നുണ്ട്, പല്ലവി നിസ്സാരക്കാരിയല്ല, മുമ്പ് കോളേജിലും സ്കൂളിലൊക്കെ നാടകത്തിലും ഡാൻസിലും പാട്ടിലും ഒക്കെ കലാതിലകമായിട്ടുള്ള ആളാണ്, അതുകൊണ്ട് എന്തുകൊണ്ടും പല്ലവി യോജിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പല്ലവിയുടെ മുഖത്തൊരു ചിരിയോ സന്തോഷമോ ഒന്നുമില്ല. പല്ലവിയുടെ മനസ്സിപ്പോഴും ഇന്ദ്രൻ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ടെൻഷനാണ്. സേതുവിനോട് ഇതിനെപ്പറ്റി സംസാരിച്ചു. എന്നാൽ സേതു പറഞ്ഞത്, ഇന്ദ്രനൊന്നും പറ്റി കാണത്തില്ല, അവൻ എന്തായാലും നീന്തി രക്ഷപ്പെടാൻ പറ്റും എന്ന് ഉറപ്പില്ലാതെ അവൻ എന്തായാലും ഇങ്ങനൊരു സാഹസികത ചെയ്യത്തില്ല. അങ്ങനെ ചെയ്താൽ പോലും നമ്മളെ അത് ബാധിക്കുന്ന കാര്യമല്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല അവിടെ, അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടി ആത്മവിശ്വാസം സേതു കൊടുത്തു. പക്ഷെ ഈ സമയത്തും ഒട്ടും പല്ലവിക്ക് ഒട്ടും അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. ഈ സമയം രാജലക്ഷ്മിയും നമ്മുടെ വിശ്വയും എല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു ഇന്ദ്രൻ വീണു എന്ന് പറയുന്ന പാലത്തിന്റെ അവിടെ വന്ന് നോക്കി. അവിടെ പ്രത്യേകിച്ച് ബോഡിയൊന്നും കാണാനില്ല. അവര് ആ ഒരു താഴോട്ട്, പാലത്തിന്റെ താഴോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. എന്നിട്ട് അവിടെ നിന്ന് ഒരാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു പുഴ നീന്താനായിട്ട് പറ്റുമോ, നീന്തൽ അറിയാമോ, അങ്ങനെയാണെങ്കിൽ ഒരാൾ ഈ വെള്ളത്തിൽ ഒന്ന് ഇറങ്ങാമോ. അങ്ങനെ അയാള് വെള്ളത്തിലോട്ട് നീന്തി ആ ഒരു ബോഡി കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കുവാണ്. ഈ സമയത്ത് രാജലക്ഷ്മി ഭയങ്കര വെല്ലുവിളിയും കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല്ലവി അല്ലാതെ ഇത് വേറെ ആരും ചെയ്തില്ല, അതുകൊണ്ട് പല്ലവിയെ അറസ്റ്റ് ചെയ്തേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു സംഘർഷമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കാം, ഈ ഒരു വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും സേതുവിനും പല്ലവിക്കും രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.